അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. എത്രയൊക്കെ നല്ല രീതിയിൽ ജീവിക്കുവാൻ നോക്കിയിട്ടും, എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മുന്നേറണമെന്ന് വിചാരിച്ചിട്ടും, എങ്ങനെയൊക്കെ ഹല്ലേലൂയ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യതയോടെ ജീവിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ആ നിലയിൽ ഉയരുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ഹല്ലേലൂയ ഒരു പദ്ധതി ഇടുമ്പോൾ അത് പൊളിച്ചു കളയുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇടുമ്പോൾ അത് പൊളിച്ചു കളയുന്ന, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിന് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അത് പൊളിച്ചു കളയുന്ന, അത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോടല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. നിങ്ങളെ അല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിച്ച് നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലത്തോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ. ജീവിതത്തെ തകർത്തു കളയുന്ന, കുടുംബജീവിതത്തെ തകർത്തു കളയുന്ന, നിങ്ങളുടെ ജോലിയെ തകർത്തു കളയുന്ന, നിങ്ങളുടെ ഈ ഭൂമിയിലെ സന്തോഷം തകർത്തു കളയുന്ന, എങ്ങനെയൊക്കെ ഒന്ന് ഉയരുവാൻ നോക്കിയാലും അതിനനുവദിക്കാതെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, ജഡരക്തങ്ങളോടല്ല, നിങ്ങളോട് പോരടിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ പോരടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കുറ്റം പറയുന്നവരോട് നിങ്ങൾ ഹല്ലേലൂയ വഴക്കുണ്ടാക്കിയിട്ടോ അവരോട് പിറുപിറുത്തിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ജോലിയെ ഹല്ലേലൂയ തടസ്സം കൊണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്ന ആ വ്യക്തിയോട് നിങ്ങൾ പോരടിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുന്ന, നിങ്ങളുടെ ജീവിതത്തെ ഉടച്ചു കളയുന്ന ആ വ്യക്തിയോട് പോരടിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലത്തോട് നിങ്ങൾക്ക് പോരാടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളാ ഇരിക്കുന്നിടം, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി മാറും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രശ്നമാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് വിഷയമാണോ? ഹല്ലേലൂയ. എപ്പോഴും നിങ്ങളോട് ഹല്ലേലൂയ പോരിന് വരുന്ന ചില വ്യക്തികളെ, നിങ്ങളെ എത്ര നല്ല കാര്യം ചെയ്താലും എപ്പോഴും കുറ്റം പറയുന്ന, ഹല്ലേലൂയ, നിങ്ങളെ അംഗീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ പോരടിച്ചു നിൽക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളെ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ, ആ പൈശാചിക മണ്ഡലത്തെ ഹല്ലേലൂയ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, അതിനെ വെട്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളോട് പോരടിക്കുന്ന, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന, നിങ്ങൾ കുടുംബജീവിതത്തെ തകർത്തു കളയുന്ന, നിങ്ങളെ ഹല്ലേലൂയ നമ്മുടെ ഭാഷയിൽ മുച്ചൂട് മുടിക്കുവാൻ ഉരുമ്പിട്ടിറങ്ങിയ വ്യക്തികളെ, അതിൻ്റെ പിന്നാമ്പറങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. നിങ്ങൾ വിജയം കാണും. ഉറപ്പായിട്ട് നിങ്ങൾ വിജയം കാണും. ഹല്ലേലൂയ. വ്യക്തികളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. വ്യക്തികളുടെ ഉള്ളിൽ ഹല്ലേലൂയ രൂപപ്പെട്ടു വരുന്ന പൈശാചിക മണ്ഡലങ്ങളാണ് നിങ്ങൾക്ക് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷയെ തടയുന്നത് പൈശാചിക മണ്ഡലാണെങ്കിൽ, ഹല്ലേലൂയ, അതിനെ പോരാടി പ്രാർത്ഥിച്ച് ജയിക്കുവാൻ, അതിനെ മറികടക്കുവാൻ, അതിനെ ഓവർടേക്ക് ചെയ്യുവാൻ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാനൊരു ഉറപ്പ് തരാം, ഹല്ലേലൂയ, നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ തലയെ തകർത്ത് കാൽവരിയിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പറങ്ങളെ, ഹല്ലേലൂയ, ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് ഹല്ലേലൂയ വഴക്കിന് വരികയാണെങ്കിൽ, ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ഹല്ലേലൂയ എന്ത് ചെയ്താലും നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയാണെങ്കിൽ, നിങ്ങൾ ഓർത്തോ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ വെട്ടി പ്രാർത്ഥിക്കുവാൻ, പോരാടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവം ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ അതിൽ നിന്നും മാറ്റുക തന്നെ ചെയ്യും. അവരെ അതിൽ നീക്കിക്കളയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമായ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് എതിരെ വിരോധമായി വരുന്നെങ്കിൽ ആമേൻ അതിൻ്റെ പിന്നാമ്പറങ്ങളെ അതിൽ പിന്നിൽ വ്യാപരിക്കുന്ന ആമേൻ ഹാലുലിയ അന്ധകാര മണ്ഡലത്തിന് നേരെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ഹാലുലിയ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിൽ പിന്നിൽ വ്യാപരിക്കുന്ന ആമേൻ പോരാടുന്ന ആ പൈശാചിക മണ്ഡലത്തെ നോക്കി വെട്ടി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.